വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. പൈതൃക നഗരമാണ് തലശ്ശേരി. എങ്കിലും നിർഭാഗ്യവശാൽ തലശ്ശേരിയെ പ്രതിനിധീകരിച്ചത് ഒരേ പാർട്ടിയിലെ ആളുകളാണ്. അതിനനുസരിച്ചുള്ള മാറ്റം തലശ്ശേരിക്ക് ഉണ്ടായിട്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി KP സാജു പറഞ്ഞു. തലശ്ശേരിയുടെ നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് സാജു പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരിയും ഷംസീർ മാത്രമല്ല, നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതും ഈ ഒരു മണ്ഡലത്താണ്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഈ മണ്ഡലത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഒന്ന് സ്വജനപക്ഷപാതവും അഴിമതിയും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായ്മ, വികസനം എന്താണ് എന്നുള്ളത് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടില്ലായ്മയും അതിനൊരു കാരണമാണ്. തീർച്ചയായും തലശ്ശേരി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമോ മാറ്റമോ ഉണ്ടാക്കാൻ ഈ പറയുന്ന ആളുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. UDF മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് തലശ്ശേരിയിൽ കാഴ്ചവെക്കുന്നതെന്ന് സാജു പറഞ്ഞു. 83 മുതലുള്ള പഠനകാലം മുതൽ 15 വർഷം വിദ്യാർത്ഥി സംഘടന പ്രവർത്തന മേഖല കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരിയിലെ ഓരോ സ്ഥലവും തനിക്ക് സുപരിചിതമാണെന്നും സാജു പറഞ്ഞു. ഒരു 15 വർഷക്കാലം പൊതുരംഗത്ത് രാഷ്ട്രീയക്കാരൻ എന്നതിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായി തലശ്ശേരിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തലശ്ശേരിയുടെ തുടിപ്പുകൾ എനിക്കറിയാം എന്താണ് എന്നുള്ളത്. ഇപ്പം ഞാൻ തലശ്ശേരിയിലാണ്. എൻ്റെ സേവന മേഖലയും എൻ്റെ പ്രവർത്തന മേഖലയും. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തലശ്ശേരിയിലെ ഏറ്റവും വലിയൊരു ആശുപത്രിയാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് തലശ്ശേരിയുടെ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും അത് എന്നെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അതിനുള്ള പരിഹാരമായിരിക്കും ഞാൻ കണ്ടെത്തുക. വികസന കാഴ്ചപ്പാടും അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. കോട്ടകളിൽ വിള്ളലുകൾ ഉണ്ടാകുമെന്നും സാജു പറഞ്ഞു. സുധാകരനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തോട് സ്നേഹവും ആദരവുമുണ്ട്. തലശ്ശേരിയുടെ ഹൃദയഭാഗമായ പഴയ സ്റ്റാൻഡ് ഇല്ലാതായി. തലശ്ശേരി ആശുപത്രിയുടെ മുഖം നഷ്ടപ്പെട്ടു. തലശ്ശേരി മറ്റു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ടു. ഇതിനു പിന്നിൽ കച്ചവട ലോബിയാണെന്നും KP സാജു പറഞ്ഞു. ആരെയും മാറ്റി നിർത്തുന്നില്ല. അദ്ദേഹത്തോട് സ്നേഹവും ആദരവും മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ്. തലശ്ശേരി എന്ന് പറയുന്നത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് കുറെ കച്ചവട താല്പര്യങ്ങളുണ്ട്. ഇതൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഭൂമാഫിയകളും അതിന് ഒത്താശ പാടുന്ന ഈ പ്രദേശത്തെ ഉത്തരവാദപ്പെട്ട ഇപ്പൊ നിലവിലുള്ള ആളുകളുമാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രയാസപ്പെടുന്നവരുടെ കൂടെയുണ്ടാകും. ഒരു മാറ്റം തലശ്ശേരിയിൽ ഉണ്ടാകുമെന്നും സാജു കൂട്ടിച്ചേർത്തു. ജനസമക്ഷം പരിപാടിയുടെ പൂർണ്ണരൂപം ഞായറാഴ്ച രാത്രി 9 മണിക്ക് ഗ്രാമിക TVയിൽ കാണാം. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷി കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.